ഈ പൈസ ഓരോ സ്ഥലത്ത് ട്രാവൽ ചെയ്ത് എത്തുന്നതിനനുസരിച്ച് അതിന് ഓരോ പേരാണ് അല്ലെ? ഇപ്പൊ ബാങ്കിൽ എന്താ പറയാ? ലോൺ. അതെ. ഇനി ആരെങ്കിലും കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടൊരു പൈസ ആവശ്യപ്പെടൂലേ? അതെന്താ? റാൻസം. യെസ്. ഇനി ഡിവോഴ്സ് ചെയ്ത് കഴിഞ്ഞ ഒരു സെറ്റിൽമെന്റ് ആവശ്യപ്പെടൂലേ? ആലിമണി. ആലിമണി എന്ന് പറയും. നമ്മൾ ഗവൺമെന്റിന് കൊടുക്കുന്നത് എന്താ? ടാക്സ്. നമ്മൾ ആർക്കെങ്കിലും കൊടുക്കാനുണ്ടെങ്കിൽ അതെന്താ? ഡെറ്റ്. ഡെറ്റ്. ഓക്കെ, ഡെപ്റ്റ് അല്ല ഡെറ്റ് ആണെന്ന് ഓർമ്മിച്ച് വെക്കാം. ഇനി നമ്മളൊരു സ്കൂളിൽ അഡ്മിഷൻ ഒക്കെ എടുക്കുമ്പോൾ കൊടുക്കുന്ന സാധനം എന്താ? ഫീ. ഫീ. ഇനി നമ്മൾ ധനസഹായമായിട്ട് ചാരിറ്റി ഒക്കെ കൊടുക്കുന്ന സാധനം എന്താ? ഡൊണേഷൻ. ഡൊണേഷൻ. കോർട്ടിൽ കൊടുക്കുന്ന എന്താ? അതെന്തായിരുന്നു? ഫൈൻ. കോർട്ടിൽ കൊടുക്കുന്ന കാര്യമാണ് ഫൈൻ എന്ന് പറയുന്നത്. അതേപോലെ ഈ കല്യാണത്തിന്റെ സമയത്ത് നമ്മൾ ഗിഫ്റ്റ് എന്ന പേരിലൊരു സാധനം കൊടുക്കുമല്ലോ, അതിനെന്താ പറയാ? ഡൗറി. ഡൗറി എന്ന് പറയും. അപ്പൊ പൈസയുടെ പല പേരുകൾ പല ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ പല ആൾക്കാരുടെ കൈമാറി വരുന്ന സമയത്ത് എന്തൊക്കെയാണ് നമ്മൾ ചെറിയ സമയം കൊണ്ട് പഠിച്ചു അല്ലെ? അപ്പൊ അതേപോലെ തന്നെ ഒരു പേഴ്സണൽ ട്രെയിനറുടെ സഹായത്തോടു കൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലിരുന്നു കൊണ്ട് ഓൺലൈനായിട്ട് നമ്മുടെ കോഴ്സിൽ ചേരുന്നതിലൂടെ വളരെ ഈസി ആയിട്ട് ഇംഗ്ലീഷ് പഠിക്കാൻ വേണ്ടി പറ്റും. അതും 2 മാസത്തേക്ക് ജസ്റ്റ് ഫോർ ₹3,500. So click on the link below and join English House.